അൻവർ വിഷയത്തിൽ യു.ഡി.എഫിൽ ഭിന്നത. മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ തള്ളി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്ത്. അൻവറിൻ്റെ യു.ഡി.എഫ് പ്രവേശനത്തിൽ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും ചർച്ച ചെയ്യാൻ യു.ഡി.എഫ് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു. അതേസമയം അൻവറുമായി അനൗദ്യോഗിക ചർച്ചകൾ നടന്നെന്നും കെ.പി.സി.സി അധ്യക്ഷൻ തന്നെ ചർച്ചകളുടെ ഭാഗമായിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരുന്നു. ഇടതുമുന്നണി വിട്ടിറങ്ങിയ പി.വി. അൻവർ എം.എൽ.എയുടെ യു.ഡി.എഫ് പ്രവേശനത്തിൽ അനിശ്ചിതത്വം തുടരുന്നത് അൻവർ വിഷയത്തിൽ യു.ഡി.എഫിൽ രൂപപ്പെട്ട ഭിന്നത മൂലമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. പി.വി. അൻവറിന്റെ യു.ഡി.എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് അനൌദ്യോഗിക ചർച്ചകൾ നടന്നെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരുന്നു. കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ അടക്കമുള്ളവരുമായി വിഷയം സംസാരിച്ചു എന്നും യു.ഡി.എഫ് യോഗത്തിൽ അൻവർ ഉയർത്തിയ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്നുമാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. വളരെ ഗൗരവതരമായ തരത്തിൽ ഈ വിഷയത്തെ കാണുന്നുണ്ട്. അത് മാത്രമല്ല യു.ഡി.എഫ് ഈ വിഷയം ചർച്ച ചെയ്യും. അൻവറിനോടുള്ള നയമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് പാർട്ടിയും അതുപോലെ തന്നെ യു.ഡി.എഫും ചർച്ച ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അത് യു.ഡി.എഫ് ചർച്ച ചെയ്യും. ഇതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവനയെ അപ്പാടെ തള്ളിയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തിയത്. അൻവറിന്റെ യു.ഡി.എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും യു.ഡി.എഫ് ആരെയും ചർച്ചയ്ക്കായി ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ യു.ഡി.എഫിന്റെ ചെയർമാനാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു സംഭാഷണവും നടത്തിയിട്ടില്ല. ഒരാളെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ യു.ഡി.എഫ് നേതൃത്വം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. യു.ഡി.എഫിൽ പുതിയ കക്ഷിയെ ചേർക്കണമെങ്കിൽ ആദ്യം മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ചർച്ച ചെയ്ത് രാഷ്ട്രീയ തീരുമാനമെടുക്കുമെന്നും അതിനുശേഷം ഘടകകക്ഷികളെ അറിയിക്കുകയാണ് നടപടിക്രമമെന്നും പറഞ്ഞ സതീശൻ കുഞ്ഞാലിക്കുട്ടി ചർച്ച നടത്തിയെങ്കിൽ അത് മുന്നണി മര്യാദ പാലിക്കാതെ എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ്. ഇതേസമയം ഭിന്നത രൂക്ഷമായതോടെ പി.വി. അൻവർ തൃശങ്കുവിൽ തുടരുകയാണ്. ജനം, കൊച്ചി.